നമ്മുടെ ബാലവാതിക കുഞ്ഞുങ്ങളെ പുതിയതായി സ്കൂളുകളിലേക്ക് അയക്കുമ്പോൾ പാരൻസ് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു വളരെ ഭംഗിയായ ഒരു റിപ്ലൈയും റിവ്യൂ ഒക്കെയാണ് വന്നത്. കുറേ കത്തുകളൊക്കെ ഓഫീസിലേക്ക് വന്നിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയതാണ് നമ്മൾ കൂടുതലും പാരൻസിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ചില സ്ഥലങ്ങളിലെങ്കിലും ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും ഒടുവിലത്തെ എൻ്റെ അക്കാഡമിക് ഇയർ 2023-24 ഞാൻ മാർച്ച് വരെ ഏതാണ്ട് 650ഓളം ടീച്ചേഴ്സിനെ വളരെ ചെറിയ രീതിയിൽ ട്രെയിനിങ് കൊടുക്കുകയുണ്ടായി. അതിൽ കൂടുതലും ഞാൻ മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആണ് അവർക്കായി ഫോക്കസ് ചെയ്തിരുന്നത്. പലപ്പോഴും പല ഘട്ടങ്ങളിലും നമ്മൾ നൽകുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ ഒരുപക്ഷെ ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അധ്യാപകരെ വിമർശിക്കുന്ന ഒരാളായി ഞാൻ ചില സ്ഥലത്തെങ്കിലും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും വിമർശനങ്ങളല്ല എന്നും അതൊരു സെൽഫ് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് അവരെ എത്തിക്കുന്നതാണെന്നും പലർക്കും പിന്നീട് ബോധ്യമായിട്ടുമുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നിയിട്ടാണ് ഈ സ്കൂൾ റീ ഓപ്പണിങ്ങിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ ഗുരുനാഥന്മാരോട് നമ്മുടെ സമീപനത്തിൽ ഒരു മാറ്റം ഉണ്ടാകണ്ടേ എന്നതിനെക്കുറിച്ചിട്ട് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് ഞാൻ ആലോചിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഏതാണ്ട് കുറച്ച് ലെങ്തി ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തികച്ചും അധ്യാപകർക്ക് വേണ്ടി തനതായ രീതിയിൽ ശാസ്ത്രീയമായ അടിത്തറയുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കണമെന്ന് ആലോചിക്കുന്നത്. താങ്ക് യു ഓൾ. വി ആർ സ്റ്റാർട്ടിംഗ് ഫോർ ദ ടീച്ചേഴ്സ് വൈൽ സ്കൂൾ റീ ഓപ്പണിംഗ് ഓൺ 2024-25. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. സ്കൂൾ 2025 ചില സ്കൂളുകളൊക്കെ മെയ് മാസത്തിൽ തന്നെ ഓപ്പൺ ചെയ്തു. നമ്മൾ കുറച്ച് സ്കൂളുകൾ ജൂണിലേക്ക് തുറക്കുകയാണ്. ചിലപ്പോൾ ഈ ഓഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ജൂൺ പകുതിയൊക്കെ ആകാം. പക്ഷേ പറയാനുള്ളത് എൻ്റെ കുഞ്ഞുമക്കളോടാണ്, പ്രിയപ്പെട്ട മക്കളോടാണ്. നിങ്ങൾ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ എല്ലാവരും പുതിയ യൂണിഫോമും പുതിയ ബുക്കും ബാഗും പുതിയ കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. ചില ടീച്ചേഴ്സ് മാറിപ്പോയിരിക്കും, ചില ടീച്ചേഴ്സ് പുതിയത് വന്നിട്ടുണ്ടാവും, ചിലർ സ്കൂളുകൾ മാറിയിട്ടുണ്ടാകും. അങ്ങനെ പല വിധത്തിലുള്ള സങ്കടങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും ആയിരിക്കും നല്ല ഇടവപ്പാതിയും ജൂണും ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇൻവിസിബിൾ ആയിട്ടുള്ള ബാക്ക് പില്ലേഴ്സാണ് നമ്മുടെ അധ്യാപകർ. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പല ക്ലാസ്സുകളിലും പറയാറുണ്ട്, നമ്മൾക്ക് വാക്ക് വിത്ത് ദ ടീച്ചേഴ്സാണ് വേണ്ടത്, അല്ലാതെ ഒരു ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകരെ അല്ല നമുക്ക് വേണ്ടുന്നത്. ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹം, എഡ്യൂക്കേഷണലിസ്റ്റുകളും സോഷ്യൽ റിവൈവേഴ്സും ഒക്കെ തന്നെ എപ്പോഴും അറിഞ്ഞോ അറിയാതെയോ കുറ്റപ്പെടുത്തേണ്ടി വരുന്നത് ഒരു കൂട്ടം മൈനോറിറ്റി ടീച്ചേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ ബേസിസിലാണ് എങ്കിൽ അതിലൊരു 90% മെജോറിറ്റിയും ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിനെ വാർത്തെടുത്ത മികച്ച അധ്യാപകരുള്ള ഒരു നാട് കൂടെയാണ് നമ്മുടെ നാട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് സ്കൂൾ തുറക്കുമ്പോൾ അത് കുഞ്ഞുമക്കൾ തൊട്ട് ഒരുപക്ഷെ എൻ്റെ ഈ ഓഡിയോ കേൾക്കുന്ന പാരൻസ് ഉൾപ്പെടെയുള്ളവർ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാനുള്ളത്, പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, അധ്യാപകരെ ഇൻവിസിബിൾ ആയിട്ടുള്ള നേഷൻ ബിൽഡേഴ്സിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതിലേക്ക് എന്നതാണ്. കൃത്യമായ 2024 മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ് സർവേ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന NCERT പുറത്തുവിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ഇന്ന് ആ ഒരു ശാസ്ത്രീയ അടിത്തറയുടെ അടിസ്ഥാനത്തിൽ കൂടെയാണ് ഞാനിന്ന് നിങ്ങളോട് ചില കാര്യങ്ങൾ അഭിപ്രായങ്ങളായും സജഷനായും ഗൈഡൻസ് ആയിട്ടും ഒക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ കോവിഡിന് ശേഷമുള്ള കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതികൾ നമ്മുടെ അധ്യാപകരിൽ പലർക്കും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിലെ ആഹാര രീതികൾ മാറിയിട്ടുണ്ട്, സോഷ്യോ ഇമോഷണൽ ലേണിംഗ് മാറിയിട്ടുണ്ട്, അവരുടെ സോഷ്യൽ ലൈഫ് മാറിയിട്ടുണ്ട്, സോഷ്യൽ മീഡിയ ലൈഫ് മാറിയിട്ടുണ്ട്, അവരുടെ അറിവുകൾ മാറിയിട്ടുണ്ട്, അറിവുകേടുകൾ മാറിയിട്ടുണ്ട്, തിരിച്ചറിവുകൾ മാറിയിട്ടുണ്ട്, പുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്, കൂട്ടുകാർ മാറിയിട്ടുണ്ട്, പ്രണയം മാറിയിട്ടുണ്ട്, വിരഹം മാറിയിട്ടുണ്ട്, വേർപാടുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ എങ്ങനെയാണ് പരിശീലിക്കേണ്ടത് എന്നതിന് എല്ലാ സ്കൂളുകളും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്ങിന് ഒരുപാട് പരിമിതികളുണ്ട്. CBSE ഒരു വശത്ത്, ICSE ഒരു വശത്ത്, സ്റ്റേറ്റ് ഒരു വശത്ത്, എല്ലാ ഇടങ്ങളും കൊണ്ട് ചെന്നെത്തിക്കുന്നത് പ്രിയപ്പെട്ട അധ്യാപകരുടെ
സ്ട്രെസ് ഫാക്ടേഴ്സിലാണ്. അതിൽ മെജോറിറ്റി ആയിട്ടുള്ള പങ്ക് അവരുടെ പരിമിതമായ അറിവിൻ്റെ അപ്പുറത്തേക്കാണ് എന്ന് പറയുമ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റ്, സ്കൂളിലെ അധ്യാപകർ, സ്കൂളിലെ സ്കൂളിലെ പാരൻസ്, സ്കൂളിലെ കുട്ടികൾ, അല്ലെങ്കിൽ ആ സ്കൂളിന് ചുറ്റുമുള്ള ഇക്കോസിസ്റ്റം, ഇങ്ങനെ എല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഒരു സ്കൂൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് കുട്ടികളെ അല്ല, ശരിക്കും ടീച്ചേഴ്സിന് കൂടെ ആയിരിക്കണം, ടീച്ചേഴ്സിൻ്റെ മെൻ്റൽ വെൽബീയിങ് കൂടെ ആയിരിക്കണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, സ്കൂൾ തുറക്കുമ്പോൾ ഒന്നാമതിരിക്കാൻ രക്ഷകർത്താക്കൾ നിങ്ങളെ പരിശീലിപ്പിക്കുകയും നല്ല കൂട്ടുകാരോട് കൂട്ടുകൂടാൻ പരിശീലിപ്പിക്കുകയും സ്നേഹമുള്ള ടീച്ചേഴ്സിനെ തിരിച്ചറിയാൻ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ കുഞ്ഞായാലും വലുതായാലും, പ്രത്യേകിച്ച് പ്രിപ്പറേറ്ററി സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളും നിങ്ങളുടെ ഹയർ സെക്കൻഡറി സ്റ്റേജിലെ കുട്ടികളും ടീച്ചേഴ്സിനെ തിരിച്ചറിയാനും ടീച്ചേഴ്സിനെ അടുത്തറിയാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 2021 നാഷണൽ അച്ചീവ്മെന്റ് സർവേ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 97% ടീച്ചേഴ്സും അവരുടെ പ്രൊഫഷണലി അവർ വളരെയധികം ഹാപ്പിയാണ്, എല്ലാവരും നല്ല വെൽ എക്യുപ്ഡ് സാറ്റിസ്ഫാക്ഷൻ ആണെന്ന് പറഞ്ഞു. ഇത്തരം സർവേകളൊക്കെ തന്നെ ടീച്ചേഴ്സിന്റെ ഡെവലപ്മെന്റിന് കൂടെ വേണമെന്നുള്ളത് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊന്നും അറിയാത്ത കാര്യങ്ങളാണ്. എങ്കിലും കുഞ്ഞുങ്ങളും കൂടെ കേൾക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ദിവസം രാവിലെ 8:15 ചില ഓപ്പൺ ചെയ്യുന്ന ചില സ്കൂളുകളുണ്ട്, 7:30 ഓപ്പൺ ചെയ്യുന്ന സ്കൂളുകളുണ്ട്, 9:30 ഓപ്പൺ ചെയ്യുന്ന സ്കൂളുകളുമുണ്ട്. ഏത് സ്കൂളിലേക്കായിരുന്നാലും പഞ്ചിങ്ങിന് ഓടുന്ന ഒരു അധ്യാപികയെ ഈ മഴയത്ത് സാരിയൊക്കെ ഉടുത്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് ടെൻഷൻ അടിച്ച് സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് ഓടിയെത്തുന്ന ഒരു അധ്യാപികയെ നിങ്ങൾ ഇമാജിൻ ചെയ്യുകയാണ് എങ്കിൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ഗുഡ് മോർണിംഗ് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരോട്, ഗുരുനാഥന്മാരോട് നിങ്ങൾ ഫുഡ് കഴിച്ചോ, ടീച്ചർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കാനുള്ള ഒരു എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡ് എൻ്റെ കുഞ്ഞുമക്കൾക്കുണ്ടായിരിക്കണം. കാരണം ഏതൊക്കെ സർവേ എന്തൊക്കെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോഴും കൃത്യമായി 2024 വെൽബീയിങ് സർവേ NCERTയുടെ പേജസ് മുഴുവൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ PDF കൂടെ ഞാൻ നൽകിയേക്കാം. നിങ്ങൾ കുറച്ചുകൂടി അറിയണമെന്ന് ആഗ്രഹമുള്ളവർ വായിച്ചു നോക്കിയാൽ അറിയാം. അതിൽ ടീച്ചർ സ്റ്റുഡൻറ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത് 64% മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷണൽ ബിഹേവിയറിൽ ഇഷ്ടമില്ലാത്ത കൊളീഗ്സിനോടൊപ്പം ജോലി ചെയ്യേണ്ടി വരുന്ന ടീച്ചേഴ്സ്, വർക്ക് ലൈഫ് സ്ട്രെസ് മാനേജ്മെന്റ് നോക്കുമ്പോൾ ടീച്ചറാകാൻ ആഗ്രഹമില്ലാതിരുന്നിട്ടും മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടിയൊക്കെ ആ ജോലി ചെയ്യേണ്ടി വരുന്ന, 2 മാസം ലീവ് കിട്ടുന്നത് കൊണ്ട് സ്വന്തം കുടുംബത്തെയും മക്കളെയും ഒക്കെ നോക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറായ ഒരുപാട് പേര് കാണാം. പല അധ്യാപകരും സിംഗിൾ പാരൻസ് ആയിരിക്കാം, പലർക്കും ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, അവരുടെ മക്കളുടെ സ്ട്രഗിൾസ് ഉണ്ടായിരിക്കാം, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. തൽക്കാലം വളരെ ഈ ഒരു സർവേനെ വളരെ കുറച്ചുകൂടി ഞാൻ തലനാരിഴ കീറി താഴേക്ക് പോയാൽ ഈ സർവേ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന അധ്യാപകരിൽ അവരുടെ സാറ്റിസ്ഫാക്ഷനിൽ 32% മാത്രമാണ് 100-ൽ ചെയ്യുന്ന ജോലിക്ക് കൃത്യമായ ശമ്പളം കിട്ടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ സാലറി സാറ്റിസ്ഫാക്ഷൻ 32%-ൽ താഴെയാണ് ഉള്ളത്. കുട്ടികളുമായുള്ള ബന്ധം എല്ലാ അധ്യാപകർക്കും 64%-ൽ മേലെയാണ്. എന്നാൽ ആ ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള കൊളീഗ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റിന്റെ ട്രെയിനിങ്, ഇൻക്ലൂസീവായിട്ടുള്ള ഒരു അറിവ് തുടങ്ങിയവയിലെല്ലാം വളരെയധികം ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ അധ്യാപകർക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് ഒരു 40 കുട്ടികളെ താഴെ, അല്ലെങ്കിൽ ശരിക്കുള്ള സ്റ്റുഡൻറ് റേഷ്യോ എന്ന് പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പല സ്കൂളുകളും കുട്ടികളെ, ബ്രാൻഡഡ് ആയ സ്കൂളുകൾ കൂടുതൽ കുട്ടികളെ ഇരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ബ്രാൻഡഡ് അല്ലാത്ത സ്കൂളുകൾ കൂടുതൽ സാലറി കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരു ടീച്ചർക്ക് ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിന്ന് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ അധ്യാപകർ നമ്മുടെ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല ചെയ്യുന്നത്. ക്ലബ് ഡ്യൂട്ടി ഉണ്ട്, ക്ലാസ് ഡ്യൂട്ടി ഉണ്ട്, അഡീഷണൽ ഡ്യൂട്ടി ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്യൂട്ടി ഉണ്ട്, സർവോപരി വെബ്സൈറ്റിനെ അപ്ഡേഷൻ ചെയ്യുന്ന ഡ്യൂട്ടീസ് ഉണ്ട്.
ക്ലാസ് ടീച്ചേഴ്സിന് മോറൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന ഡ്യൂട്ടി കൂടുതൽ കാണും, GK പഠിപ്പിക്കുന്ന അഡീഷണൽ ഡ്യൂട്ടി കാണും, സയൻസ് ആൻഡ് ടെക്നോളജി സംവിധാനങ്ങൾ കാണും. പഴയ അധ്യാപകർ ഏതാണ്ട് 80s-ലും 85-ലും ഒക്കെ ജനിച്ച പ്രിയപ്പെട്ട അധ്യാപകർക്ക് ശാസ്ത്ര സാങ്കേതികതയിലുള്ള മികവ് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിനും അത് ഈവൻ അതുമായി യൂസ്ഡ് ടു ആകുന്നത് പോലും കൊറോണ വരേണ്ടി വന്നു നമ്മൾ ഗൂഗിൾ ലിങ്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ ഒക്കെ തുടങ്ങാൻ. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിക്കുന്ന നിങ്ങളുടെ അധ്യാപകരോട് ടീച്ചർ ഓക്കെ ആണോ? നമ്മൾ നിങ്ങളോടൊക്കെ ആർ യു ഹാപ്പി എന്ന് ചോദിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ഒന്ന് വിഷ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ടീച്ചർ ആർ യു ഹാപ്പി എന്ന് തിരികെ ചോദിക്കുകയും നന്നായി വിഷ് ചെയ്യുകയും ടീച്ചറെ ഒന്ന് ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് സമൂഹവും കൂടെ ആവശ്യമാണ്. കാരണം എനിക്ക് കുറേ കത്തുകൾ വരാറുണ്ട്. ഈ കത്തുകളിലൊക്കെ തന്നെ എനിക്ക് വളരെയധികം അഭിമാനം തോന്നാറുള്ളത് എനിക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നതോടൊപ്പം തന്നെ ചില കുട്ടികളൊക്കെ പറയുകയുണ്ടാവും, ടീച്ചർക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറയുന്ന 16ഉം 20ഉം വയസ്സുള്ള കുട്ടികളുടെ ഒരു അധ്യാപിക കൂടെയാണ് ഞാൻ. അത്രയ്ക്കും ഞാൻ അഭിമാനിക്കുന്നു. അപ്പോൾ അത്ര തന്നെ മെച്യൂരിറ്റിയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ ടീച്ചറിൻ്റെ മുഖം വാടിയിരുന്നാൽ ടീച്ചർ ആർ യു ഓക്കെ ബേബി എന്ന് ചോദിക്കാനുള്ള മാനസികാവസ്ഥയും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കുണ്ടാകണം. ടീച്ചേഴ്സ് പലതരത്തിലുള്ള സങ്കടങ്ങളിലൂടെയാണ് കടന്നു വരുന്നത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം 24 വർഷത്തെ എക്സ്പീരിയൻസ് ടീച്ചിങ്ങിലും എഡ്യൂക്കേഷൻ സെക്ടറിലും എനിക്കുണ്ടെങ്കിലും ഇപ്പോഴും ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലതൊക്കെ കുട്ടികൾ ബഹളമുണ്ടാക്കുമ്പോഴോ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുമ്പോഴോ ഒക്കെ കുറച്ച് സമയം സൈലൻ്റ് ആയിട്ട് ഉള്ളിലെ ദേഷ്യമൊക്കെ അടക്കിയിട്ട് ചിരിച്ചുകൊണ്ട് അവരെ നോക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അതായത് ഡിസ്ട്രാക്റ്റഡ് ആകാറുണ്ട് നമ്മൾ പലപ്പോഴും. കാരണം നിങ്ങളെന്ന് പറയുന്ന കുഞ്ഞുമക്കൾ 40 സ്വഭാവമുള്ള 40 അച്ഛൻ്റെയും 40 അമ്മയുടെയും മക്കളാണ്. അവർ ഒരു കൂട്ടത്തിൽ ഒരു ക്ലാസ്സിൽ 45 മിനിറ്റ് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് 45 പേർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ചലഞ്ചിങ് ഉദ്യമത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരുള്ളത്. അതിൽ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാകാം, ഇൻക്ലൂസീവായ മക്കളുണ്ടാകാം, നല്ല പഠിക്കുന്ന കുട്ടികളുണ്ടാകാം, എഴുതാൻ അറിയാത്ത കുട്ടികളുണ്ടാകാം, എഴുതാൻ അറിവുണ്ടായിട്ടും മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന കുട്ടികൾ. അപ്പോൾ 40 തരത്തിലുള്ള കുട്ടികളാണ് ഒരു ക്ലാസ്സിലിരിക്കുന്നത്. ആ 40 തരത്തിലുള്ള കുട്ടികളെയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കണം. അവരുടെ നോട്ട് കറക്റ്റ് ചെയ്യണം. അടുത്ത ക്ലാസ്സിലേക്ക് പാഞ്ഞോടണം. ടീച്ചർക്ക് ചിലപ്പോൾ സുഖമില്ലായിരിക്കും, ടീച്ചർക്ക് തലവേദന ഉണ്ടായിരിക്കും, ടീച്ചർ ഒട്ടും ഹാപ്പി ആയിരിക്കാം, ഹാപ്പി അല്ലായിരിക്കാം. ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരാളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതൊരു വ്യക്തി മാത്രമല്ല, ഒരു അമ്മയാണ്, ഒരു അധ്യാപികയാണ്, ഒരു ഭാര്യയാണ്, ഒരു മകളാണ്, ഒരു ടീച്ചറാണ് എന്ന ഒരു പരിഗണന കൂടെ കൊടുക്കണം. നിങ്ങളൊന്നും അറിയാത്ത ഒന്നുകൂടെയുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങളുടെ ടീച്ചറിൻ്റെ വർക്ക് ബുക്ക് വാങ്ങി നോക്കണം. അതിൽ ഒരു ദിവസം 7 പീരീഡുകളിലും ഒരു പീരീഡ് പോലും സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ വർക്ക് ചെയ്യേണ്ടി വരുന്ന ഫ്രഷേഴ്സായ ടീച്ചേഴ്സും സീനിയർ മോസ്റ്റ് ടീച്ചേഴ്സും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരിക്കലെങ്കിലും ചോദിക്കണം, ടീച്ചറമ്മ ഞങ്ങൾ ടീച്ചറിൻ്റെ ടൈം ടേബിൾ ബുക്ക് ഒന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കണം. എന്നിട്ട് നിങ്ങൾ ടൈം ടേബിൾ ബുക്ക് അനുവാദത്തോടു കൂടി നോക്കണം. ഒരേ വിഷയം തന്നെ പല ക്ലാസ്സുകളിലും കണ്ടിന്യൂസ് ആയിട്ട് അവർ പഠിപ്പിക്കുകയാണ്. സർവേകളൊക്കെ 100% സക്സസ് ആണെന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷത്തെ പ്രൈവറ്റ് സർവേയിൽ വന്നിരിക്കുന്നത് കാർഡിയാക് ഡിസോർഡേഴ്സ്, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ഹൃദയരോഗങ്ങൾ ഏറ്റവും കൂടുതൽ അധ്യാപകരിൽ കൂടുന്നു. കാരണം അവർക്ക് വെൽബീയിങ്ങും മെന്റൽ ഹെൽത്തും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഈ സ്കൂളുകളെല്ലാം തന്നെ മാനേജ്മെന്റുകളെല്ലാം തന്നെ ഫോക്കസ് ചെയ്യും ഒരു പരിധിവരെയെങ്കിലും മൈനോറിറ്റി മാനേജ്മെന്റുകൾ. മൈനോറിറ്റി എന്ന് ഞാൻ പറയുന്ന 100-ൽ 10% മാനേജ്മെന്റുകൾ പോയാൽ ബാക്കി 90% മാനേജ്മെന്റുകളും ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് എത്രത്തോളം ഈ ഔട്ട്പുട്ട് എത്തിക്കാമെന്ന് നന്നായി പരിശ്രമിക്കുന്ന മൾട്ടിനാഷണൽ കമ്പനികളുടെ ശൈലി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ തന്നെയാണ്. ഒരിക്കലും ഒരു ഏജൻസികളോ ഈ ബഹുമാനപ്പെട്ട സർക്കാരോ അല്ലെങ്കിൽ CBSEയോ ഒരു സ്കൂളിൽ ഒരു ടീച്ചർക്ക് പക്വമായ ശമ്പളം കിട്ടുന്നുണ്ടോ എന്നോ അല്ലെങ്കിൽ അവർ ആ അധ്യാപനം മാത്രമാണോ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ആ അധ്യാപനത്തിൽ ചെയർമാന്റെ ഭാഗത്തു നിന്നോ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ ഗ്രാറ്റുവിറ്റി PF മറ്റു സംവിധാനങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്നോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെന്നോ എന്ന ഒരു ലേബർ സാറ്റിസ്ഫാക്ഷൻ സർവേ ആരും നടത്തുന്നില്ല. ഇതൊന്നും കുട്ടികൾക്ക് മനസ്സിലാവില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ ടീച്ചിങ് പ്രൊഫഷനിലുള്ളത് ഫീമെയിൽ ജെൻഡേഴ്സ് ആണ്, അതായത് സ്ത്രീകളാണ്. ആ ഒരു കുടുംബവും ഒരു സിസ്റ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടായിരിക്കും അവർ അവിടെ നിന്ന് ഈ സ്കൂളിലേക്ക് ഓടിയെത്തുന്നത്.
ഇവിടെ ഒരു 1000 കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ റേഷ്യോ പ്രകാരം അതൊരു 120 പേരുണ്ടെങ്കിലും പല സ്കൂളുകളിലും അത് 80ഉം 70ഉം പേരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ടീച്ചർ ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വരുന്ന അവസ്ഥകൾ അവർക്ക് ഉണ്ടാകും. ഇതിനിടയ്ക്ക് CBSE സഹോദയം ഉണ്ടാകും, കോമ്പറ്റീഷൻ ഉണ്ടാകും, സ്കൂളുകൾ തമ്മിലുള്ള മത്സരങ്ങൾ ഉണ്ടാകും, ഇൻഹൗസ് മീറ്റിംഗ് ഉണ്ടാകും, ക്ലസ്റ്റർ മീറ്റിംഗ് ഉണ്ടാകും, CBSEയുടെ ട്രെയിനിങ് ഉണ്ടാകും, ICC ട്രെയിനിങ് ഉണ്ടാകും, സ്റ്റേറ്റിന്റെ ട്രെയിനിങ് ഉണ്ടാകും, ഇമെയിലുകൾ ഉണ്ടാകും, മാനേജ്മെന്റിന്റെ പുഷ് ആൻഡ് പുൾ ഉണ്ടാകും, PTA മീറ്റിംഗ് ഉണ്ടാകും. ഇതൊക്കെ കഴിഞ്ഞ് ഈ പാവപ്പെട്ട ടീച്ചേഴ്സ് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ പാവപ്പെട്ടത് എന്ന് പറയുന്നത് എമ്പത്തറ്റിക്കായിട്ട് മാത്രമാണ്, ഒരു സ്വസ്ഥതയുമില്ലാതെ നിങ്ങളെന്ന് പറയുന്നവരുടെ പാരൻസിന്റെ നിലവിളി പുറകെ ഉണ്ടായിരിക്കും. ഒരല്പം സ്കൂളിന്റെ ബസ് വെയിറ്റ് ചെയ്താൽ നമ്മൾക്ക് സമാധാനമില്ല, ഒരല്പം ബസ് നേരത്തെ വന്നാൽ നമ്മൾക്ക് സമാധാനമില്ല, ബസ് ലേറ്റ് ആയിട്ട് വന്നാൽ നമ്മൾ ടെൻഷൻ ആവുകയാണ്. ഒരു അധ്യാപിക നോട്ട് കറക്റ്റ് ചെയ്തതിൽ സ്പെല്ലിംഗ് തെറ്റ് വന്നാൽ നമ്മളത് ഫോട്ടോ എടുക്കുകയാണ്. ചെറുതായിട്ട് കുഞ്ഞുങ്ങളെ ഒന്ന് തല്ലുകയോ പണിഷ്മെന്റോ ചെയ്താൽ നമ്മൾ പോക്സോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. സോ കഴിഞ്ഞ വർഷത്തിൽ ഗവൺമെന്റ് തന്നെ ഏതാണ്ട് 11ഓളം അധ്യാപകരെ പോക്സോ കേസിൽ അവരെ ശിക്ഷിച്ച വാർത്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ 11 എന്ന് പറയുന്നത് ഒരു ലക്ഷക്കണക്കിന് അധ്യാപകരുടെ 1% പോലും ആകുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ തൻ്റെ കുഞ്ഞുങ്ങളെക്കാൾ പ്രിയപ്പെട്ടതായി നോക്കുന്ന ഒരു 100 കൂട്ടം അധ്യാപകരുണ്ട് ഈ ലോകത്ത്, അല്ലെങ്കിൽ 10,000-കണക്കിന് അധ്യാപകരുണ്ട്. അവരുടെയൊക്കെ വിഷമങ്ങളും കൂടെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ സ്കൂൾ 2025 തുറക്കാൻ. നിങ്ങൾക്കൊരു കുട്ടിയെ നിങ്ങൾ എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾക്കോ നിങ്ങൾ എന്ന് പറയുന്ന പാരൻസിനോ ഒരു കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ വീട്ടിൽ പ്ലാൻ ചെയ്യാനോ അവരെ ട്രെയിനിങ് കൊടുക്കാനോ പറ്റാതിരിക്കുന്നിടത്താണ് ഒരു സ്കൂളിൽ ഒരു വിഷയം അല്ലെങ്കിൽ 12 വിഷയങ്ങൾ, മലയാളം, കണക്ക്, സയൻസ്, സാമൂഹ്യപാഠം, ഇംഗ്ലീഷ്, ഹിന്ദി, GK, STEM എഡ്യൂക്കേഷൻ, റോബോട്ടിക്സ്, സ്പോക്കൺ ഇംഗ്ലീഷ്, സോ ആൻഡ് സോ സബ്ജക്റ്റുകളെല്ലാം തന്നെ ഒരു ദിവസത്തിന്റെ 7 പീരീഡിൽ നമ്മളെ മക്കളെ കൃത്യമായി ബോധവൽക്കരിച്ച് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഏറെ ബഹുമാനിക്കപ്പെടേണ്ട ഇൻവിസിബിളായ ഏഞ്ചൽസ് ആണ് പ്രിയപ്പെട്ട അധ്യാപകരെന്ന് എൻ്റെ പൊന്നുമക്കൾ, എൻ്റെ പൊന്നുമക്കളുടെ രക്ഷകർത്താക്കൾ അറിയുമെന്ന് എന്നെ കരുതുന്നു. സോ പ്ലീസ് follow to respect my teachers, respect the system, respect them empathetically.